എൻ്റെ അറിവിൽ 5 പാർത്ഥസാരഥി ക്ഷേത്രങ്ങളാണുള്ളത്. 5 പാർത്ഥസാരഥി ക്ഷേത്രങ്ങൾ. ഈ 5 പാർത്ഥസാരഥി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം കേരളത്തിലെ അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. ചരിത്രപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. അതുപോലെ തന്നെ മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. അതുപോലെ തന്നെ മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ശാസ്താംകോട്ട പഞ്ചായത്താണ്. അതുപോലെ കുന്നത്തൂർ താലൂക്കിലുമാണ്. കുന്നത്തൂർ താലൂക്കാണ്. അതുപോലെ തന്നെ മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് ഏതാണ്ട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. വർഷങ്ങളെന്ന് പറയുമ്പോൾ ഏതാണ്ട് 1000 വർഷത്തിൽ പരം പഴക്കമുള്ള അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ വീട് കേട്ടോ. തൊട്ടടുത്ത നമ്മുടെ ക്ഷേത്രത്തിലേക്കൊക്കെ പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ വീട്ടിലൊക്കെ വന്ന് തുളസിപ്പൂവൊക്കെ എന്ത് ചെയ്യും, ആ തുളസിപ്പൂവൊക്കെ വീട്ടിൽ നിന്നും കൊണ്ടുപോകാറുണ്ട് കേട്ടോ. തുളസിപ്പൂവൊക്കെ ആൾക്കാർ ഒന്ന് പിച്ചിക്കൊണ്ട് അമ്പലത്തിലേക്ക് പോകാറുണ്ട്. കേരളത്തിലെ അതിപ്രസിദ്ധമായ ക്ഷേത്രമാണ് കേട്ടോ. നമ്മളൊക്കെ സത്യമായി ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് കേട്ടോ. ഇത്രയും വലിയൊരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് താമസിക്കാൻ കഴിയുക വളരെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിന് മഹാഭാരത കഥയുമായി ബന്ധമുണ്ട്. അതായത് വനവാസ കാലത്ത് കൃഷ്ണാർജുനന്മാർ ഈ ദേശത്തുകൂടി യാത്ര ചെയ്തിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ അർജുനൻ കൃഷ്ണനെ പൂജ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഐതിഹ്യം. അത് കേരളത്തിലെ അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. അതുപോലെ തന്നെ ഇവിടെ ജന്മാഷ്ടമി, ശിവരാത്രി, നവരാത്രി, അതുപോലെ തന്നെ എല്ലാം ഇവിടെ ഈ ആഘോഷങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ വർഷവും മീനമാസത്തിലെ രോഹിണിയാണ് ഇവിടെ ഉത്സവമായിട്ട് കൊണ്ടാടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 8 ദിവസം ഉത്സവം കൊണ്ടാടുന്ന ഒരു ക്ഷേത്രമാണ് മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. അത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. 8 ദിവസത്തെ ഉത്സവം. നമ്മൾ മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നോക്കിയാൽ മനസ്സിലാകും 10 ദിവസത്തെ ഉത്സവമാണ്. ഇവിടെ 8 ദിവസമാണ് ഉത്സവം കൊണ്ടാടുന്നത്. അത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കേരളത്തിലെ അതിപ്രസിദ്ധമായ ഒരു മഹാക്ഷേത്രമാണ് മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം.